എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ പന്നിത്തലയൻ അതാണെങ്കിൽ ആ ഡീമണെ വെട്ടാനായിട്ട് അതിന്റെ 2 സ്ക്വാഡും കയ്യിലെടുക്കും. അതിനുശേഷം മാസ് ആക്ഷനൊക്കെ ഇട്ട് ആ ഡീമന് നേരെ എടുത്തു ചാടും. അവനാണെങ്കിൽ ആ ഡീമന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും ഡീമൻ അതിന്റെ ഡ്രമ്മിൽ വീണ്ടും ആഞ്ഞടിക്കും. ഞൊടിയിടയിൽ ആ ഒരു റൂം അതങ്ങനെ സ്വിച്ചായി തലകീഴായി മാറും. പന്നിത്തലയനാണെങ്കിൽ കൺട്രോൾ പോയി താഴേക്ക് വീഴാണ്. അപ്പൊ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന ആ പെൺകുട്ടി അവള് തെറിച്ച് ദൂരേക്ക് പോവും. അവളുടെ ദേഹത്ത് പന്നിത്തലയൻ ചവിട്ടി നിൽക്കും. ആഹാ, കുഴപ്പമില്ല, ഇവിടെ ചവിട്ടുമ്പോ ഒരല്പം ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ദേഹത്ത് ചവിട്ടി നിൽക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ ചവിട്ട് കിട്ടി നിലവിളിക്കും. ഹീറോയ്ക്ക് അത് കണ്ട് സഹിക്കില്ല. ഹീറോ ചാടി വന്ന് ആ പന്നിത്തലയനെ അങ്ങനെ തള്ളി മാറ്റും. അതിനാ പന്നിത്തലയൻ അവൻ കണ്ണുകൾ ഉയർത്തി പല്ല് കടിച്ച് ഹീറോയെ നോക്കും. ഇതുവരെ ഇത്ര ചീപ്പായിട്ട് എന്നോട് ആരും പെരുമാറിയിട്ടില്ല. എനിക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നീ തള്ളിയിടും ചോദിച്ച് അതാണെങ്കിൽ ഇപ്പൊ ഹീറോയുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഡീമൺ ആണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവരുടെ രണ്ടുപേരുടെ ശത്രു ആ ഡീമണാണ്. പക്ഷേ ഡീമണെ വിട്ട് ഇപ്പൊ അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാണ്. ഡീമൺ ആണെങ്കിൽ അത് കണ്ട് ക്ഷമ നശിക്കും. അവന്റെ ഡ്രമ്മില് ആഞ്ഞു കൊട്ടാനായിട്ട് തുടങ്ങും. ഡ്രമ്മിലൊക്കെ കൊട്ടിക്കഴിഞ്ഞ് അവന്റെ കൈ നീട്ടി ഇപ്പൊ ആ റൂമില് ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു സ്ട്രൈക്കിൽ ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടും. ഹീറോ ആണെങ്കിൽ ചാടി വന്ന് ആ പെൺകുട്ടിയെ സേഫായി കവർ ചെയ്ത് പിടിക്കുകയാണ്. അവൻ താഴേക്ക് നോക്കും. ആഴത്തിലുള്ള 3 വെട്ടുകൾ ആ റൂമിൽ വീണിരിക്കുകയാണ്. പക്ഷെ ആർക്കും ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഹീറോയ്ക്ക് മനസ്സിലാവും ആ ഡീമന്റെ ഡ്രമ്മിന്റെ പവർ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. ഇവിടെ പന്നിത്തലേനും സേഫായിട്ട് നിൽക്കും. അവരടുത്ത മൂവ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഡീമനാണെങ്കിൽ വീണ്ടും അവന്റെ ഡ്രമ്മിൽ തട്ടുകയാണ്. ഓരോ തവണ തട്ടുമ്പോഴും ഇപ്പൊ റൂം കീഴ്മേൽ മറിയാൻ തുടങ്ങും. അതിനുശേഷം അവൻ ഡ്രമ്മിൽ തട്ടാതിരിക്കുമ്പോഴും ലൈറ്റ്സ് ഒക്കെ തനിയെ റൈസപ്പായി ആ റൂം വീണ്ടും റൊട്ടേറ്റ് ചെയ്യാണ്. ടാൻജറോയ്ക്ക് നന്നായിട്ട് അറിയാം ആ ഡ്രമ്മിന്റെ പവർ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ അവൻ ഡ്രം കൊട്ടാതിരുന്നപ്പോഴും പല ചേഞ്ചസ് ആ റൂമിലുണ്ടായി. അതിനർത്ഥം മറ്റേതോ ഒരു ഡീമൺ ഡ്രം വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ആ പെൺകുട്ടിയോട് അവന്റെ പിന്നാലെ നടന്നു വരാനായിട്ട് പറയും. ഹീറോ അവന്റെ തൊട്ട് മുൻപിലായി കണ്ട ഒരു ഡോർ ഓപ്പൺ ചെയ്യും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആരെയോ. ആ കുഞ്ഞിപ്പെണ്ണ് ആ കാഴ്ച കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അവളോട് പുറകിൽ വരാനായിട്ട് പറഞ്ഞത്. ഹീറോ ആണെങ്കിൽ അവൾ ആ ബോഡി കാണാതിരിക്കാനായി ഓപ്പോസിറ്റ് സൈഡിലൂടെ അവളെ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. അതിനുശേഷം മുൻപിൽ കാണുന്ന ഒരു ഡോറിന്റെ സൈഡിലായിട്ട് അവളെ നിർത്തും. അവളോട് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹീറോ ഞൊടിയിടയിൽ ആ ഡോർ തുറക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ടൊരു പയ്യനിരിക്കുന്നത് കാണുക. അവന്റെ കയ്യിലാണെങ്കിൽ മുൻപ് ആ ഡീമന്റെ കയ്യിൽ കണ്ടതുപോലെ ഒരു ഡ്രമ്മ്. അവൻ ഹീറോയെ കാണേണ്ട താമസം ആ ഡ്രമ്മിൽ ആഞ്ഞു കൊട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ചെമ്പമുടിയനെയും ആ പയ്യനെയും കാണിക്കും. ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പോഴും ആ പയ്യന്റെ കൈ പിടിച്ചു വലിച്ച് അവിടുന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാനായി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ അല്പം മുൻപോട്ടേക്ക് വരുമ്പോൾ വീണ്ടും ഡ്രമ്മിന്റെ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കേണ്ട താമസം അവൻ അറിയാതെ നിലവിളിച്ച് പോവാണ്. അതിനുശേഷം ആ പയ്യനോട് പറയും, ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, ഇവിടെ അടുത്ത് എവിടെയോ ഒരു ഡീമൺ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവർ നിൽക്കുന്ന ആ ഒരു ഫ്ലോറിലൂടെ ഒരു ഡീമൻ എഴഞ്ഞു വരുന്നത്. ചെമ്പമുടിയനാണെങ്കിൽ നൈസായിട്ട് ഒന്ന് താഴേക്ക് നോക്കും. ആ ഡീമനെ കണ്ട് അവൻ ഞെട്ടുകയാണ്. ഓടിക്കോ എന്ന് നിലവിളിച്ച് പറഞ്ഞ് ആ പയ്യനെയും പിടിച്ച് അവൻ മുൻപോട്ടേക്ക് ഓടും. ഡീമണാണെങ്കിൽ അവരുടെ പിന്നാലെ കുതിച്ചു പായാണ്. അതാണെങ്കിൽ പല്ലിയെ പോലെ അതിന്റെ നാവൊക്കെ നീട്ടി അവരെ പിടിക്കാനായിട്ട് ശ്രമിക്കും. അവരതിന് പിടുത്തം കൊടുക്കാതെ മുൻപോട്ടേക്ക് കുതിച്ചു പായുമ്പോ എന്തിലോ ഒന്ന് തട്ടി ഒരു റൂമിലേക്ക് അടിച്ചു വീഴുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പൊ ആ പയ്യന്റെ കാല് പിടിക്കും. പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും നീ രക്ഷിക്കണം. അതിനാ പയ്യൻ പറയും, എനിക്ക് നിന്റെ അത്ര പോലും പവറും കഴിവും ഒന്നുമില്ല. പക്ഷെ മരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചേ മരിക്കൂ. അത് ഞാൻ നിനക്ക് പ്രോമിസ് തരാം. അപ്പൊ ക്യാമറ സൂം ഔട്ട് ചെയ്ത ആ ഒരു ഡീമൺ അതിപ്പോ പതിയെ ആ റൂമിലേക്ക് കടന്നു വരികയാണ്. ചെമ്പമുടിയനാണെങ്കിൽ അതിനെ വീണ്ടും കണ്ട് ഇപ്പൊ ബോധം കെട്ട് താഴെ വീഴും. ആ ഡീമൺ ആണെങ്കിൽ പതിയെ അവരുടെ അടുത്തേക്ക് വരും. പയ്യനിപ്പോ ചെമ്പമുടിയനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചെമ്പമുടിയ കണ്ണു തുറക്ക്, ആ ഡീമൺ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ആ പയ്യനാണെങ്കിൽ അവന്റെ പേര് വിളിച്ച് നിലവിളിക്കും. അടുത്ത നിമിഷം ചെമ്പമുടിയൻ ചാടി എഴുന്നേറ്റ് ആ ഡീമന്റെ നാവ് തന്നെ വെട്ടിയായിരിക്കും. പിന്നീട് പതിയെ അവൻ വാട്ടർ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത്രയും സമയം അവർ കണ്ട ചെമ്പമുടിയനെ ആയിരിക്കില്ല അവരിപ്പോൾ കാണുന്നത്. തണ്ടർ ബ്രീത്തിങ് ഫസ്റ്റ് പവർ ഉപയോഗിച്ച് അവനവന്റെ സ്ക്വാഡ് അങ്ങനെ വീശിയെറിയാണ്. ആ ഒരു വീശലില് ഡീമന്റെ തല അത് തകർന്ന് താഴേക്ക് തെറിച്ച് വീഴും. ആക്ച്വലി ഇതാണ് നമ്മുടെ ചെമ്പമുടിയന്റെ യഥാർത്ഥ പവർ. അവന് ബോധമില്ലാതെ ഉറങ്ങുന്ന സമയത്താണ് അവന്റെ യഥാർത്ഥ പവർ പുറത്തേക്ക് വരിക. ചെമ്പമുടിയനാണെങ്കിൽ പെട്ടെന്ന് അവന്റെ ബോധം തിരികെ കിട്ടും. അവൻ ചുറ്റും നോക്കും. ആ ഒരു ഡീമൺ ചത്തു കിടക്കുകയാണ്.
ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പൊ പയ്യന്റെ അടുത്തേക്ക് ഓടി വരും. താങ്ക് യു വെരി മച്ച്. നിനക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ പന്നിത്തലേനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോ സ്ക്വാഡൊക്കെ എടുത്ത് എങ്ങോട്ടേക്കോ ഉഷാറായിട്ട് ഓടുകയാണ്. അവന്റെ മനസ്സിൽ ഒരുപാട് ദേഷ്യവും പകയുണ്ട്. കുറെ ദിവസങ്ങളായി അവൻ ആ ഡീമൻസിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. അവൻ എപ്പോഴൊക്കെ അവറ്റകളെ കൊല്ലാൻ ശ്രമിക്കുന്നോ അപ്പോഴൊക്കെ അവറ്റകൾ ആ ബാൻഡ് കൊട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ അവനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് മുമ്പോട്ടേക്ക് ചാടി ഓടി വരുമ്പോഴായിരിക്കും ഒരു ജയന്റ് ഡീമൻ അവന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് കാണുക. ഏടിയ വള്ളി കാലി ചുറ്റി ഞാൻ ഇത്രയും ദിവസവും കാത്തിരുന്നത് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഡീമന്റെ രണ്ട് കൈയും അങ്ങനെ വെട്ടിയെറിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ആ ഡ്രം ഡീമനെ കാണിക്കും. അവനാണെങ്കിൽ എന്തൊക്കെയോ സ്വപ്നമൊക്കെ കണ്ട് ആഗ്രഹിച്ച് നടക്കുകയാണ്. ഞാൻ ഒരുപാട് കാലമായി മറൈച്ചി ബ്ലഡ് കുടിച്ചിട്ട് എനിക്കിന്ന് മറൈച്ചി ബ്ലഡ് കുടിക്കണം. ആക്ച്വലി മറൈച്ചി ബ്ലഡ് അത് ഡീമൺ സ്ലയേഴ്സിൽ തന്നെയുള്ള ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡാണ്. അതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. അത് കുടിക്കാൻ ആഗ്രഹിച്ചാണ് അവൻ നടന്നു വരിക. അതേസമയം ഇവിടെ ആ പന്നിപ്പയ്യൻ ആ ഡീമനെ മുഴുവനായിട്ടും വെട്ടിക്കൊന്നു കളഞ്ഞു. ഇവിടെ ആ ഡീമൺ ആണെങ്കിൽ ഭയങ്കര പ്ലാനിങ് ആണ്. ആ മറൈച്ചി ബ്ലഡ് അത് കുടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ന്യൂട്രീഷ്യൻസും പവറൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ 12 കിസുക്കിയിലേക്ക് എനിക്ക് വീണ്ടും തിരികെ കയറാൻ കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ ബ്രേക്കായ ഒരു കണ്ണ് കാണിക്കുകയാണ്. അവന്റെ മുറിവ് പറ്റിയ ഒരു കണ്ണ് അത് കാണിക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ആ ഡീമന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ഡീമൻ ആണെങ്കിൽ ഹ്യൂമൻസിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് മൂസാൻ ഇപ്പൊ അവിടേക്ക് വരും. ഉടനെ ഡീമൺ മൂസാനോട് റിക്വസ്റ്റ് ചെയ്യും, ബോസ് പ്ലീസ് ദയവ് ചെയ്ത് എനിക്കൊരു അല്പസമയം കൂടെ തരണം. പക്ഷെ മൂസാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവന്റെ കണ്ണിലെ 12th നമ്പർ അതങ്ങനെ വെട്ടി അവനെ ഡീഗ്രേഡ് ചെയ്യാണ്. അവൻ കുറച്ച് സമയം ചോദിച്ചുകൊണ്ട് തന്നെ ഒരല്പം ബ്ലഡ് അവന് കൊടുക്കും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഹീറോയെയും ആ കുഞ്ഞിപ്പെണ്ണിനെയും കാണിക്കും. അവളാണെങ്കിൽ ഓടി വന്ന് അവളുടെ ബ്രദറിനെ ഹഗ് ചെയ്യാണ്. ആക്ച്വലി മുമ്പ് ഡ്രം കൊട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പയ്യൻ അത് അവളുടെ ബ്രദർ തന്നെയാണ്. അവളെ കണ്ട് അവളുടെ ബ്രദറിനും ഒരുപാട് സന്തോഷം. ഹീറോ അവനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനൊരു ഡീമൺ സ്ലെയർ ആണ്. എന്റെ ഒരു ഫ്രണ്ടും എന്റെ കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഡീമൺസിന്റെ ഒക്കെ കഥ കഴിക്കുന്ന സാക്ഷാൽ ഡീമൺ സ്ലെയേഴ്സ് തന്നെയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടും. എന്നിട്ട് എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് ചോദിക്കും. അതിനവൻ പേടിയോടുകൂടെ പറയും, ആക്ച്വലി ഒരു ഡീമൺ ആണ് എന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നത്. ആ ഡ്രം ഡീമണും ബാക്കിയുള്ള 2 ഡീമൺസും തമ്മിൽ എന്നെ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫൈറ്റ് ഉണ്ടായി. അതില് ആ ജയന്റ് ഡീമൻ ഡ്രം ഡീമന്റെ പുറകിലുണ്ടായിരുന്ന ഡ്രം അത് വലിച്ചൂരിയെടുത്തു. ഡ്രം തെറിച്ചു വന്ന് വീണത് എന്റെ അടുത്തേക്കാണ്. ഞാൻ ആ ഡ്രം എടുത്ത് കയ്യിൽ വെച്ചു. ഞാൻ ഈ ഡ്രമ്മിൽ കൊട്ടേണ്ട താമസം എന്റെ റൂം സ്വിച്ചായി. അങ്ങനെയാണ് ഇത്രയും നേരവും ഞാൻ അവറ്റകളിൽ നിന്ന് എസ്കേപ്പ് ആയത്. അങ്ങനെ അവനാണെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യവും പറയുന്ന സമയത്ത് ടാഞ്ചറോടെ കാക്ക അവിടേക്ക് വരും. കാക്കയാണെങ്കിൽ മെറൈച്ചി ബ്ലഡിനെ കുറിച്ച് ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോയ്ക്ക് മനസ്സിലാവും ഈ പയ്യന് മെറൈച്ചി ബ്ലഡാണ്. അതുകൊണ്ടാണ് ആ ഡീമൺസ് ഇവന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായത്. അവനങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഡീമൺ അത് അവിടേക്ക് പാഞ്ഞു വരും. ഹീറോ ആ ഡ്രം അവരുടെ കയ്യിൽ കൊടുത്ത് പറയും, ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തു പോയാൽ ഉടനെ നിങ്ങൾ ഈ ഡ്രമ്മിൽ കൊട്ടണം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ എന്തായാലും കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ആ ഡീമന്റെ നേർക്ക് പോവും. ഹീറോ ആണെങ്കിൽ ആ ഡീമന്റെ ക്ലോസ് എത്തുന്ന താമസം ആ കുട്ടികള് ആ ഡ്രമ്മിൽ അടിക്കും. ഇവിടെ ആ ഡീമൻ ഹീറോയെ കാണേണ്ട താമസം അവന്റെ എല്ലാ ഡ്രമ്മിലും മാറി മാറി അടിക്കും. ഹീറോ ആണെങ്കിൽ ആ റൂമിലൂടെ കറങ്ങി ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോവും. അപ്പോ അവന്റെ മനസ്സിലേക്ക് മാസ്റ്റർ പറഞ്ഞ കാര്യം ഓർമ്മ വരും. ഒരു ഡീമൺ സ്ലെയർ വെള്ളത്തെ പോലെ ആയിരിക്കണം, നല്ല രീതിയിൽ ഫ്ലെക്സിബിളായി വേണം അറ്റാക്ക് ചെയ്യാൻ. ആഞ്ചറോയ്ക്ക് അവന്റെ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് വരും. അവൻ സ്ക്വാഡ് എടുത്ത് ആ ഡീമനെ വെട്ടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.